ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യണം. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റിൻ്റെ കുറേ ഡീറ്റെയിലുകളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യനുകളുടെ എല്ലാ ആൻസറും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ എന്തായാലും കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഏതൊക്കെ പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറയുന്നുണ്ട്, റീബർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറയുന്നുണ്ട്, അതേപോലെ തന്നെ ടൈം ഫോം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ കേമൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം സൈബർ ഫിനാൻസ്, അതായത് വാഗ്മി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പ്രൊജക്റ്റ്, പേര് മാറിയ പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൾറെഡി തന്നെ ഇതൊക്കെ ടെലിഗ്രാം പ്രൊജക്റ്റ് ആണല്ലോ, അപ്പോൾ എന്തിനാണ് ബ്രോ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാനിതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ആൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ കൊടുക്കുന്നത്. അതല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഏത് പ്രൊജക്റ്റും എനിക്കൊരു പൈസയും ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇത്തിരി പൊക്കി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരാമെന്ന് എനിക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണരുത്, ഡീറ്റെയിൽ ആൻഡ് അപ്ഡേറ്റ് ആണ് ഞാൻ തരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൗസിലേക്ക് പോവാണ്. പൗസ് റീസെൻ്റ്ലി തന്നെ നമുക്ക് എപ്പോഴാണ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ലിസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷകളൊക്കെ പൗസിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പൗസിൻ്റെ പ്രതീക്ഷ വെക്കാനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ ടോൺ ബ്ലോക്ക് ചെയിനിൽ സൊലാന ബ്ലോക്ക് ചെയിനിലേക്ക് ഏറ്റവും കൂടുതൽ മാറി. അതേപോലെ തന്നെ 70 മില്യൺ യൂസേഴ്സ് നിന്ന് വെറും 8 മില്യൺ യൂസേഴ്സൊക്കെ ആയിട്ട് ഇവർ വീണ്ടും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരിനെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരലും, അതേപോലെ തന്നെ ഇവൻ്റെ ഒരു NFT വൗച്ചർ തന്നെ 0.1 സൊലാനിലേക്ക് ആ ഒരു ട്രേഡിംഗ് പ്രൈസിൽ റീസെൻ്റ്ലി നല്ല രീതിയിൽ തന്നെ ട്രേഡായി. അപ്പോൾ ഒരു $10-15 അപ്പോൾ ആൾമോസ്റ്റ് ഒരു 10,000 ഉള്ളവർക്കൊക്കെ ഒരു $20 കിട്ടുന്നുള്ള ഒരു സാധാരണ ഒരു നിഗമനം എത്തിക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരിലും ഒരുപാട് ടോക്കണൊന്നും ഇല്ലെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, അവൻ്റെ ഇതിലൊക്കെ ഒരുപാട് ടോക്കൺസ് ഉണ്ട്. എന്നെ നിങ്ങൾ അതിൽ കണക്കാക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ള ആൾക്കാരും ഒരുപാട് റെഫർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ടോക്കൺ അലോക്കേഷൻ കൊടുത്തിട്ട് അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു പൗസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ആവാൻ പോകുന്നത് മാർച്ച് 18 തീയതിയാണ്. അതിൻ്റെ ഒരു ഹിൻഡ് എന്ന പോലെ തന്നെ ഒരു 18ാം പടി കഴിഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ മാർച്ച് 18 തീയതി നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ആവും. ഇതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ്, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പല കഴിഞ്ഞ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ അത് എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനെ അതൊക്കെ കാണുന്നുള്ളവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് പ്രൈസ് പ്രഡിക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടിക്കർ ഈസ് പൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടിക്കർ എന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ ഒരുപാട് കാലം ഇതിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരുപാട് കാര്യം ഇതിലുള്ള ആൾക്കാരിനെ ഞാൻ കളിയാക്കുകയല്ല, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ടിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ പറയുമ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ട് BTC എന്ന് പറയുന്നുണ്ട്, എത്തീരിയം പറയുമ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ട് ETH എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ടിക്കർ എന്ന് പറയുന്നത് PAW പൗസ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഇത് ലിസ്റ്റിംഗ് തന്നെ ആയിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലെയിമിങ് വരുമ്പോൾ നമുക്ക് സൊലാന വേണം അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് തന്നെ അവർ തന്നെ പറയണം. മേ ബി സൊലാനയൊക്കെ വേണ്ടി വരും. നിങ്ങളുടെ ഫാൻഡം വാലറ്റിലേക്കായിരിക്കും ഇത് വരാൻ പോകുന്നത്. CEXും DEXും ഒരേ സമയമാണ് വരുന്നത്. അതായത് മേജറായിട്ടുള്ള ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഇത് ലിസ്റ്റ് ആവും. അതേപോലെ തന്നെ അവൻ്റെ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ അവൻ്റെ ഓൺ ആയിട്ടുള്ളതിലും അവർ ലിസ്റ്റ് ആക്കും. അപ്പോൾ നമുക്ക് CEXും DEXും ആയി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്, ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും വന്ന ഉടനെ തന്നെ വിൽക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ പറയാം. വന്ന ഉടനെ തന്നെ ഒരു പ്രൈസ് അതിൽ കിടക്കുന്നുണ്ടാവും. ആ പ്രൈസിൽ നിങ്ങൾ വിൽക്കുക. അത് കണ്ട് ഏറ്റവും വാല്യൂ ഒക്കെ കുറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ തോന്നാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ വാങ്ങിക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ 18ാം തീയതി എന്തായാലും ഇത് ലിസ്റ്റ് ആവട്ടെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റീബർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ റീബർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആൾറെഡി തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ റീസെൻ്റ്ലി അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ TJ വരാൻ പോകുന്നുണ്ട്, ടോക്കണോമിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടോക്കണോമിക്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് 60% ഓഫ് കമ്മ്യൂണിറ്റിക്കാണ് അവർ തരുന്നത്. ടോട്ടലായിട്ടുള്ള സപ്ലൈ 10 ബില്യൺ ആണ്. 10 ബില്യൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം വാല്യൂ ഒന്നും ഇതിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇനീഷ്യൽ സപ്ലൈ 6.8 ബില്യൺ ആണ് അവർ ടോട്ടലായിട്ട് സപ്ലൈ തരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് ഒരു വാല്യൂ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ 1 ബില്യണും അതേപോലെ തന്നെ 10 ബില്യണൊക്കെ നല്ല ഒരു ടോക്കണാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് നല്ല വാല്യൂ ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ടെലിഗ്രാം പ്രൊജക്റ്റും അതേപോലെ തന്നെ ഒരുപാട് ഹൈപ്പ് ഇല്ലാത്ത പ്രൊജക്റ്റും ഒരുപാട് ആൾക്കാർ അറിയാത്ത പ്രൊജക്റ്റും ആയത് കാരണം മേ
ബി ഇതെന്താണ് വളരെയധികം വാല്യൂ കുറഞ്ഞിട്ടായിരിക്കും എന്തായാലും ലിസ്റ്റ് ആവുക. ഇതൊരിക്കലും സ്കാം ആവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സ്കാം ആയി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 99.99% സ്കാം ആവാതിരിക്കട്ടെ. അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ ഇതിൽ കയറി കാണിച്ചു തരാം. അതിൽ കയറുമ്പോൾ അത് ലൈവ് ആവുന്നതിൻ്റെ ഡേറ്റും സമയം അവർ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ 50,000 എബോ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എനിക്കിവിടെ 4,62,430 റെബ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് $721. അപ്പോൾ ചിലരൊക്കെ പറയും ഇങ്ങനെ $721 ഇപ്പം തന്നെ വാല്യൂ കാണുന്ന പ്രൊജക്റ്റൊക്കെ ഫേക്ക് ആണെന്ന് പറയും. തീർച്ചയായിട്ടും ഫേക്ക് അല്ല. അവർ മേ ബി എന്ത് ചെയ്യും, ആ ഒരു പ്രൈസിൽ ലിസ്റ്റ് ചെയ്യില്ല, ഇല്ലെങ്കിൽ വളരെയധികം വാല്യൂ കുറഞ്ഞിട്ടായിരിക്കും ലിസ്റ്റ് ചെയ്യാൻ പോവുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ടോണൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്തായാലും കൊടുക്കണ്ട. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ലല്ലോ. പൈസ കൊടുത്തിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ചാനലിൽ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റേക്ക് ചെയ്യാനൊന്നും നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, വന്നോ എങ്ങാനും ഇത് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇത് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അങ്ങനെ തന്നെ ആ ഒരു മൈൻഡിൽ തന്നെ നിങ്ങൾ ഇരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എയർ ഡ്രോപ്പ് ടൈം റിമൈനിങ് എന്ന് പറഞ്ഞിട്ട് അണ്ടിൽ മാർച്ച് 23 വരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ എയർ ഡ്രോപ്പിൻ്റെ ടൈം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. നിങ്ങൾക്ക് വീണ്ടും കയറാം, ട്രൈ ചെയ്ത് നോക്കാം. മേ ബി നല്ല പ്രൈസ് കിട്ടാം, ഇല്ലെങ്കിൽ വളരെയധികം കുറഞ്ഞ് കിട്ടാം. മേ ബി ഇത് ലിസ്റ്റ് ആവാതെ ഇരിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കയറുക. 60% എന്തായാലും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കാണ് അവർ തരാൻ പോകുന്നത്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ടൈം ഫാമിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ടൈം ഫാമിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് P2P ചെയ്യാൻ അവരൊരു എസ്കോബാർ ബോട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ബോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്രത്തോളം സെല്ലിങ്സ് ആണ് ഞാൻ അത് കാണിച്ചു തരാം. ഞാനിവിടെ മെനു എടുക്കുന്നുണ്ട്. മെനു എടുത്തിട്ട് ഫസ്റ്റ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രിയേറ്റ് എ ഡീൽ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ട്, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ സെല്ലർ ആണോ ബയ്യർ ആണോ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഐ എം എ സെല്ലർ എന്ന് പറയുന്നുണ്ട്. വാട്ട് ആർ യു സെല്ലിംഗ് പ്രൊവൈഡ് ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ് സെല്ലിംഗ് സെക്കൻഡ്സ്. എത്രത്തോളം സെക്കൻഡ്സ് ആണ്, ഒരു 1 ബില്യൺ സെക്കൻഡ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ സെല്ല് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ ചോദിക്കും ഇതിന് എത്രത്തോളം വാല്യൂ ആണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് വാല്യൂ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടത്തിന് വാല്യൂ കൊടുക്കാം. സ്പെക്കാലിറ്റി വാല്യൂ ഒക്കെയാണ് ഇപ്പോൾ ഒരു ടൈം ഫാമിൻ്റെ സെക്കൻഡ്സിന് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഒരു 20 ടോൺ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചോദിക്കുന്നവർ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. ഒരിക്കലും കിട്ടണ്ട. എനിക്കിപ്പോൾ എൻ്റെ ഈ പ്രൈസിന് എനിക്ക് വാങ്ങാൻ പറ്റിയ ആൾക്കാർ മേടിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചിട്ടും കൊടുക്കാം, കൂട്ടിയിട്ടും കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 20 ടോൺ കൊടുത്തു. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടോൺ വാലറ്റ് അവിടെ കൊടുക്കണം പറയും. ടോൺ വാലറ്റ് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ കിട്ടും. കാണിച്ചു തരാം. ദ ബയർ ഹാസ് ഓപ്പൺ, അതാ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്താണ് കിട്ടും. അത്രത്തോളം സെല്ലിംഗ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിലൊരു ലിങ്ക്. അപ്പോൾ ഇതിൽ അയച്ചിട്ടുള്ള ഈ ബോട്ട് വഴിയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് പറ്റിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും നമുക്കിനി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് അതിൽ മേജറായിട്ട് ടൈം ഫാമിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അവൻ്റെ റീസെൻ്റ്ലി AMA സെഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിൽ ഒരുപാട് ക്വസ്റ്റ്യനിൽ അവർക്ക് ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് അറിയുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓഡിയോ നിങ്ങൾക്ക് ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആദ്യം ഓൺ ചെയിൻ കൊണ്ടുവരുന്നത് എന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർ ട്രേഡിംഗ് പെയറായിട്ട് കൊണ്ടുവരുന്നത് അതിൻ്റെ ഓൺ ടോക്കൺ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിട്ടാണ് ഇവർ ട്രേഡിംഗ് പെയർ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഓൺ ചെയിൻ അവർ ആദ്യം തന്നെ വെക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചിൽ ഒരുപാട് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. ബൈബിറ്റിലായിട്ടുണ്ട്, ക്യൂക്കോയിലായിട്ടുണ്ട്, ഗേറ്റ്വേയിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ബിഗ്ഗറ്റിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള ഈ 3 പറഞ്ഞാലും OKXും അതിലെ കുറേ എണ്ണത്തിൽ അത് ലിസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ടോക്കൺ വെച്ചിട്ടാണ് ഇവർ ട്രേഡിംഗ് പെയർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് പെയർ എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ, ഇല്ലെങ്കിൽ ആദ്യം ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ട്രേഡിങ്ങിൽ BTC/USDT, ETH/USDT ആ ഒരു രീതി വരുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു സെക്കൻഡ്സ് ബാർ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിരിക്കും ആദ്യം കൊണ്ടുവരിക. ആ ടൈമായിട്ട് നിങ്ങൾ മാറ്റുന്നു. ആ ടൈം നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിൽ വേണമെങ്കിൽ അയക്കുന്നു. അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് USDT ആയിട്ട് മാറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെ ഒരു നല്ല വാല്യൂ ഒക്കെ കിട്ടട്ടെ. ഈ ടൈമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $15, ഒരു 1700-1800 രൂപയൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ മണിക്ക് ഈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ കിടക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ മാർച്ച് ലാസ്റ്റ് വീക്കാണ് ഒരു ലിസ്റ്റിംഗ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇത് ടോൺ ബ്ലോക്ക് ചെയിൻ ആണെന്നുള്ളൊരു കാര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ ഇതിലൊരു നെഗറ്റീവായിട്ടുള്ള. ആൾറെഡി തന്നെ ഞാൻ ടോൺ ബ്ലോക്ക് ചെയിൻ വളരെയധികം എതിരാണെന്ന് എൻ്റെ ചാനലിലുള്ള എല്ലാവർക്കും അറിയാം. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾറെഡി നോട്ട്പിക്സിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നെഗറ്റീവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കളിച്ചിട്ടില്ല നോട്ട്പിക്സിൽ. പക്ഷേ അതിൽ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും അവർക്ക് ആ ഒരു പൈസ പോലും കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി അവൻ്റെ വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതും കൂടി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമൊക്കെ പോക്കാണ്. നിങ്ങൾ ഒരിക്കലും ടെലിഗ്രാമിൻ്റെ പ്രൊജക്റ്റുകളൊന്നും ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. എപ്പോഴാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടെലിഗ്രാമിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ
ക്രാഷ് ചെയ്യുക. ഈ ടെലിഗ്രാമായിട്ട് കൊണ്ടുവരുന്ന പ്രൊജക്റ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം മീമാഷും നമുക്ക് എന്താണ് റീസെൻ്റ് ഒരു വലിയ ദുരന്തമായിട്ടാണ് കിട്ടിയത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി അടുത്ത കാര്യം പറയാൻ പോകുന്നത് ഈ കേമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ കേമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നിങ്ങൾക്കൊക്കെ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രത്തോളം എന്താണ് ഈ ടോക്കൺസ് ആണ് കിടക്കുന്നത്, ഇതിന് ഇത്രത്തോളം വാല്യൂ ആണ് കിടക്കുന്നത്. നിങ്ങൾ 0.6 ടോൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എയർ ഡ്രോപ്പ് കിട്ടും. ആ സമയത്ത് അതൊക്കെ തിരിച്ചും കിട്ടും എന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ ഇതിൽ കാണുന്ന വാല്യൂ ഒക്കെ മേ ബി നമുക്ക് ഇങ്ങനെ ഒരു ടോക്കണ് മുമ്പ് തന്നെ ഈ ലിസ്റ്റിംഗ് പ്രൈസ് കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും, റെക് പുൾ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിത്തിൻ ഒരു കുറച്ച് സമയം മാത്രം ലിക്വിഡിറ്റി റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പ്രൈസിൽ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ വളരെയധികം പ്രൈസ് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റിൽ ഉണ്ടെങ്കിലും ഈ ഒരു കേമലിൻ്റെ കാര്യം അവർ റീസെൻ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോ നമുക്ക് ഇട്ടുതന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സപ്ലൈ 100 ബില്യണോ അങ്ങനെയുള്ള ഒരു സംതിങ് 100 മില്യണൊക്കെ ക്യാമൽസ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ടോട്ടൽ സപ്ലൈ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത് വാലറ്റിലാണ് ഈ ഒരു 100 മില്യൺ ഹോൾഡ് ചെയ്യുന്നതെന്ന് നമ്മുടെ ചാനലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ വാലറ്റ് എടുത്ത് സെർച്ച് ചെയ്തിട്ട് അവൻ്റെ വാലറ്റിലുള്ള എത്രത്തോളം ടോക്കൺസൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നോക്കിയപ്പോൾ അതിൽ മേജറായിട്ട് ഒരു വലിയ ഹോൾഡിങ്ങും ഇല്ല. ആ ഒരാൾക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ അയച്ചിട്ടുള്ള 0.8 ആയിക്കോട്ടെ 0.6 ടോൺ ആയിക്കോട്ടെ എല്ലാ കാര്യവും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവന് മൊത്തം ഇപ്പോൾ 2713. അവന് നല്ല ബുദ്ധിയുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ പറ്റിക്കാനുണ്ട്. അവൻ്റെ മേജർ ഹോൾഡിംഗ് നോക്കിയാൽ തന്നെ ഡോക്സും അതേപോലെ തന്നെ കുറച്ച് USDTയും അതേപോലെ തന്നെ നിങ്ങൾ അയച്ചിട്ടുള്ള ടോൺ മാത്രമാണ് അവൻ്റെ വാലറ്റിലുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും മേ ബി വലിയൊരു സ്കാമായിട്ട് മാറാം. നിങ്ങൾ അയച്ച ടോണൊന്നും നിങ്ങൾക്ക് കിട്ടാതെ ആവാം, ഇല്ലെങ്കിൽ മേ ബി ഒന്നും കിട്ടില്ല. മേ ബി അവൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും കുറച്ച് ലിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സമയം കളയാനും ഉള്ളൊരു ഓപ്ഷനും കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ട്, നിങ്ങൾക്ക് അത്ര കഴിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. 0.6 ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ 0.8 ടോൺ ആയിരുന്നു അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിന് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എസ്കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ എസ്കോയിൻ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് 2 നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് യെല്ലോ എസ്കോയിനും വൈറ്റ് എസ്കോയിനും. അപ്പോൾ ആൾറെഡി തന്നെ വൈറ്റ് എസ്കോയിനിൽ അവൻ്റെ ലൈവ് എപ്പോഴാണ് ആവാൻ പോകുന്നുള്ള ഒരു 6 ദിവസം മാത്രമാണ് ഇനി ഉള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ സ്പിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ റെഗുലറായിട്ട് നിറയെ ഒരു കോഡൊക്കെ തന്നിട്ട് ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു വിൻ എന്ന് വേണ്ടി എത്രത്തോളം സംതിങ് ഉണ്ട്. ഇതൊന്നും കറക്റ്റ് നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. സാധാരണക്കാരായ നമ്മൾക്ക് ഒന്നും കിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ വേറെ നിങ്ങൾക്കൊക്കെ വല്ലതും കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇതിൽ പോയിന്റ്സും ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1x എന്ന് പറഞ്ഞാൽ 2 ലക്ഷം പോയിന്റ്സ് കൊടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രാവശ്യം സ്പിൻ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പോയിന്റ്സും ഹോൾഡ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാം. നമുക്ക് എന്തായാലും ഡോളറൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ തലവര അത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ബാക്കിയുള്ള അടുത്ത പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈബർ ഫിനാൻസ് ആണ്. അതേപോലെ തന്നെ വാഗ്മിയാണ്. വി ആർ ഗോണ വി മേക്ക് ഇറ്റ് എന്നൊക്കെയാണ് ഈ വാഗ്മിൻ്റെ മീനിങ് ഒക്കെ. അപ്പോൾ ഈ വാഗ്മി എന്ന് പറയുന്നത് സൈബർ ഫിനാൻസിൻ്റെ രണ്ടാമത്താണ്. ഈ ഒരു വാഗ്മി ഹബ്ബ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റ് ആയിരുന്നു ആദ്യം ഈ ടെലിഗ്രാം ഫീൽഡിലേക്ക് വരുമ്പോൾ. ഇപ്പോഴും അത് അന്ന് തൊട്ട് റെഗുലറായിട്ട് കളിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഈ ഒരു പ്രൊജക്റ്റിലുണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും റെഗുലറായിട്ട് കളിക്കുക. അവർ റീസെൻ്റ്ലി തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ TGയെ കൊണ്ടുവരാൻ പോകണം. ആൾറെഡി തന്നെ ഇതിൻ്റെ TG എപ്പോഴായിരുന്നു, ഞാനിത് ഈ പ്രൊജക്റ്റൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ TG എപ്പോഴാണെന്ന് പറഞ്ഞാൽ 2024 ക്വാർട്ടർലി 1 ആയിരുന്നു, അല്ല ക്വാർട്ടർലി 4 ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു 3 മാസത്തിൽ തന്നെ ഡിസംബറിൽ തന്നെ ഇതെന്താണ് ഈ ലിസ്റ്റ് ആവണമെന്നായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അതെന്തായിട്ടില്ല, ലിസ്റ്റ് ആയില്ല. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിന് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ കുറച്ച് സമയം എടുത്തത് ക്വാർട്ടർലി 1 തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ലിസ്റ്റ് ചെയ്യാൻ പോകാമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സൈബർ ഫിനാൻസ് TG's ടേക്ക് ഓഫ് ഇൻ ക്വാർട്ടർലി 2024 എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. വി ആർ കറൻ്റ്ലി ഫൈനലൈസ് എഗ്രിമെൻറ്റ് വിത്ത് ബോത്ത് CX ആൻഡ് DX. അപ്പോൾ ഇവർ എന്താണ് കൊണ്ടുവരുന്നത്, CX ഒരു സമയം കൊണ്ടുവരുന്നുണ്ട്, DX ഒരേ സമയം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണെന്നൊക്കെ റീസെൻ്റ്ലി നമുക്ക് അവർ ഫൈനലൈസ് ചെയ്താൽ നമുക്ക് പറയും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇതിലൊരു പ്രോഫിറ്റ് കിട്ടും, ഇല്ലെങ്കിൽ TG നടക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഇതിലിപ്പോഴും കയറിയിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കയറി ട്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ട്രൈ ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എത്രത്തോളം പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞു, റേബർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് പറഞ്ഞു, പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് പറഞ്ഞു, ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് പറഞ്ഞു, കേമൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എസ്കോയിൻ എന്ന് പറഞ്ഞു, വാഗ്മി ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും പറഞ്ഞു. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ഇപ്പം തന്നെ കയറുക. ഒരുപാട് ഡീറ്റെയിൽ
നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. പൈസൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്ന വഴി കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പുതിയ പ്രൊജക്റ്റ് കൊടുക്കുന്നുണ്ട്, ടെസ്റ്റ് നെറ്റ് കൊടുക്കുന്നുണ്ട്, ഡീപ്പിംഗ് പ്രൊജക്റ്റ് കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തെറി വിളിക്കാനും സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ലിങ്ക് ഷെയർ ചെയ്യാനും ഞാനൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കയറുക. പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് വീഡിയോനേക്കാളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറണം. ഒരുപാട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പൗസ് എന്ന് പറയുന്നത് ബൈബിറ്റ് കൺഫേം ആയി, ബിറ്റ്ഗെറ്റിന് കൺഫേം ആയി, OKX കൺഫേം ആയി, ക്യൂകോയിൻ കൺഫേം ആയി, ഗേറ്റ്വേ കൺഫേം ആയി, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഇതൊക്കെ കണ്ട പല ചാനലിൽ നിന്നും എടുത്തിട്ടുള്ള ഗ്രാസ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ചെങ്കിലും ഇത് എൻഗേജ്മെൻറ്റ് ആവും, ഇല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്ന ഇൻഫർമേഷൻ മാത്രമാണ് എൻ്റെ ചാനലിൽ നിടുന്നുള്ളൂ. മറ്റ് ചാനലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തല്ലടാ ഇങ്ങനെയല്ലടാ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ ഏത് ചാനലിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യാൻ എനിക്കൊരു മടിയില്ല, ഇല്ലെങ്കിൽ അതിനൊരു ഷെയിമും ഇല്ല നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ചാനലിൽ എല്ലാവരും ഒന്ന് കയറി എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്പെടാം. വേറെ ഈ ലൂട്ട്സിൻ്റെ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കയറിയിട്ട് നിങ്ങളുടെ UPID കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കാണ്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൊരു അക്കൗണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വളരെയധികം പൈസയൊക്കെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഏഞ്ചൽ മണ്ണൊന്നും റീസെൻ്റ്ലി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പുതിയ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ആക്ടിവേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. 3 ദിവസം ഒരു 7 ദിവസമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും പൈസ കയറുന്നുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് 130 രൂപ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്കും കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊക്കെ ഒന്ന് കയറണം. അതിലൊന്നും കയറിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കുക. അതിൽ സ്റ്റെപ്പൊക്കെ അതിൽ കയറി ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഓപ്പർച്യൂണിറ്റിയും നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും എല്ലാ കാര്യങ്ങളും കിടക്കുന്നുണ്ട്. ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഒരുപാട് ആൾക്കാർക്ക് ഓരോന്നിലും ഒരുപാട് പോയിന്റ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ താഴെ വന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നല്ല ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.